വീഡിയോയുടെ ആദ്യം തന്നെ വന്ന് വോയിസ് തരാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല. പക്ഷെ പറയേണ്ട കാര്യങ്ങൾ വന്ന് പറയണമല്ലോ. സോ എനിക്കൊന്നത് വയ്യ. അതുകൊണ്ട് തന്നെ വോയിസൊക്കെ നല്ല വ്യത്യാസം ഉണ്ടാവും. മാത്രമല്ല കുറച്ചൊക്കെ ശ്വാസം എടുക്കുന്ന സൗണ്ട് ഡയലോഗ്സിൻ്റെ ഇടയിലുണ്ടാവും. അപ്പോൾ എല്ലാം കേട്ട് ക്ഷമിച്ചങ്ങ് പൊക്കോളുക. പിന്നെ അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം, ഞാൻ വിചാരിച്ച പോലെ എനിക്ക് സ്റ്റോറി എഡിറ്റ് ചെയ്യാൻ പറ്റിയില്ല. അറിയാലോ, ഞാൻ കുറേ ദിവസമായിട്ട് ഇതിൻ്റെ സീൻസിന് വേണ്ടി തപ്പിക്കൊണ്ട് നടക്കുകയാണ്. വിചാരിച്ച പോലെ കിട്ടണില്ല. അതുകൊണ്ട് ഞാൻ ആ സീനൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ബാക്കിയുള്ള പാർട്ട് വെച്ചിട്ടാണ് ഇപ്പോൾ വീഡിയോ ചെയ്തിട്ടുള്ളത്. സോ അതുകൂടെ മനസ്സിൽ വെച്ചിട്ട് വേണം നിങ്ങൾ സ്റ്റോറി കാണാൻ. അത് എമിലിയുടെ സൗണ്ട് അല്ലേ? ഇവൾക്ക് എന്ത് പറ്റി? എമിലിയുടെ അടുത്ത് നിന്നാണല്ലോ ആ സൗണ്ട്. എന്തായിരിക്കും? എമിലി എന്തു പറ്റി? നീ എന്തിനാ ഒച്ചയുണ്ടാക്കിയ? അതെ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നീ എന്തിനാ ഒച്ച വെച്ചേ? ഡെറിക്, അവൻ ഈ റൂമിലില്ല. റൂമിലില്ലെങ്കിൽ പുറത്ത് കാണും. അതിനെന്തിനാ നീ ഇത്ര സീരിയസ് ആവുന്ന? എന്ത് പറ്റി? അതെ എമിലി, ചിലപ്പോ മാം പറഞ്ഞ പോലെ അവൻ നടക്കാൻ എങ്ങാനും പോയതാണെങ്കിലോ? നീ എന്തിനാ ഇങ്ങനെ ടെൻഷൻ ആവുന്ന? അവൻ തിരിച്ചു വരും. ഇല്ല, ഡെറിക് നടക്കാനൊന്നും പോയതല്ല. നമ്മൾ പുറത്ത് പോയപ്പോ ഇവിടെ എന്തോ സംഭവിച്ചിട്ടുണ്ട്. നീ റൂമൊക്കെ ഒന്ന് നോക്കിയേ. ഇതൊക്കെ എന്താ? അല്ല, ഈ റൂമിൽ ആരാ ചെയ്തത്? ഇവിടെ ഇതെന്തൊക്കെയാ നടക്കുന്നത്? അല്ല, ഇത് ആത്മാവിനെ വിളിച്ചു വരുത്തുന്നല്ലേ? ഇതൊക്കെ എങ്ങനെ ഇവിടെ? നിങ്ങളോട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷേ എനിക്ക് ഡെറിക്കിനെ കണ്ടുപിടിക്കണം. ഞാൻ അവനെ അന്വേഷിച്ച് പോവുക. വേണ്ട, നമ്മളെ നാട് പോലെയല്ല. ഒരുപാട് രാത്രിയായി, പുറത്തൊന്നും ആരും കാണില്ല. ഏതായാലും ഈ ബംഗ്ലാവിന്റെ ചുറ്റും അവനുണ്ടോന്ന് ഞാനൊന്ന് നോക്കിയിട്ട് വരാം. നിങ്ങളൊക്കെയാണല്ലോ ഞാൻ ഇങ്ങോട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ പറഞ്ഞു വിട്ടത്. അല്ലെങ്കിൽ തന്നെ ഒരു തലതെറിച്ച സ്വഭാവം അവൻ. പറയുന്നൊന്ന് ചെയ്യുന്ന വേറെ ഒന്നായിരിക്കും. ആര് പറഞ്ഞാലും കേൾക്കാത്ത ഒരു സാധനം. മതി, ആരവനെ കുറ്റം പറഞ്ഞാലും ഞാൻ കേട്ടു നിൽക്കും. പക്ഷെ നിങ്ങൾക്ക് അതിനുള്ള റൈറ്റ്സ് ഇല്ല. അവന്റെ സ്വഭാവം മോശമാണെങ്കിൽ അതിന് മെയിൻ ഉത്തരവാദി നിങ്ങളാ. സ്റ്റോപ്പ് ചെമിലി. അവന് വേണ്ടി നീ എന്നോടാ ഷൗട്ട് ചെയ്യുന്നത്? അല്ലെങ്കിൽ തന്നെ അവന്റെ ക്യാരക്ടർ ഇങ്ങനെ ആയാലും ഞാൻ എന്ത് പഴച്ചു? ദേഷ്യം വരുമ്പോ നിനക്ക് തോന്നുന്നതൊക്കെ വിളിച്ചു പറയാനുള്ള ആളല്ല ഞാൻ. ദേഷ്യം വരുമ്പോ വല്ലതൊക്കെ വിളിച്ചു പറയുന്ന സ്വഭാവം എമിലിക്കില്ല. ഇപ്പോഴും ഞാൻ പറയാം, ഡെറിക്കിനെ കുറ്റം പറയാൻ നിങ്ങൾക്കൊരു യോഗ്യതയില്ല. നിങ്ങൾ നല്ലൊരു അമ്മയാണോ? അമ്മയോ? നിനക്കെന്താടി ബോധമില്ലേ? ദേഷ്യം വരുമ്പോ എന്തൊക്കെയാ നീ വിളിച്ചു പറയുന്ന? നല്ല ബോധത്തോടു കൂടി തന്നെ ഞാൻ സംസാരിക്കുന്ന. കുഞ്ഞിന് ജന്മം നൽകിയിട്ട് നിങ്ങൾ ഇവിടെ ഓടിപ്പോയതല്ലേ? ശരിക്കും നിങ്ങൾ ജന്മം നൽകിയ കുഞ്ഞ് ആരാന്നറിയോ? അത് ഡെറിക്ക. 30 വർഷം മുമ്പ് ഫാദർ ഗബ്രിയേൽ കുഞ്ഞുങ്ങളെ തമ്മിൽ മാറ്റി. നിങ്ങളുടെ കുഞ്ഞ് ഓർഫനേജിലും മറ്റേ കുഞ്ഞ് അധികാരികളുടെ കയ്യിലേക്കും പോയി. ഇല്ല, ഡെറിക് എന്റെ മോനല്ല. ഞാൻ എന്റെ കുഞ്ഞിനെ കണ്ടതാ. ഗഗോഡ് കമ്മ്യൂണിറ്റിയിലെ ഇപ്പോഴത്തെ കിങ് അല്ലേ നിങ്ങൾ പറയുന്ന ആ മോൻ എന്നാ നിങ്ങൾക്ക് തെറ്റി. നിങ്ങളുടെ കുഞ്ഞ് വളർന്നത് ഒരു ഓർഫനായിട്ടാ. നിങ്ങളുടെ ഫാദറിലോ എല്ലാം എന്നോട് പറഞ്ഞു. അപ്പോൾ ഡെറിക്, ദൈവം നിങ്ങൾക്ക് ഒരു അവസരം കൂടി തന്നു. നിങ്ങളുടെ മകനെ നിങ്ങളുടെ അടുത്ത് തന്നെ എത്തിച്ചു. പക്ഷെ മനസ്സിലാക്കി ചേർത്ത് പിടിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ല. കുറ്റങ്ങളെ കണ്ടുപിടിച്ച് ഒറ്റപ്പെടുത്താനേ കഴിഞ്ഞുള്ളൂ. എനിക്ക് ഡെറിക് എന്നെ കുഞ്ഞാണെന്ന് എനിക്ക് അറിയില്ല. പപ്പ പറഞ്ഞിട്ട് ഞാൻ ഈ നാട്ടിൽ നിന്ന് പോയി. പക്ഷെ സമാധാനമായിട്ട് എനിക്കൊന്ന് ഉറങ്ങാൻ പോലും കഴിഞ്ഞിട്ടില്ല. എന്റെ കുഞ്ഞിനെ കാണാതെ വർഷങ്ങൾക്ക് ശേഷം ഞാൻ തിരിച്ചു വന്നു. കമ്മ്യൂണിറ്റിയിൽ പോയി ഞാൻ എന്റെ മോനെ കണ്ടു. ആരും അറിയാതെ ഞാൻ അവനെന്റെ കൂടെ നിർത്തി. പക്ഷെ ഡെറിക്, നിങ്ങളുടെ ഭർത്താവ് ആഗ്രഹിച്ച പോലെ ഈ കമ്മ്യൂണിറ്റിയിലേക്ക് നിങ്ങളുടെ കുഞ്ഞിനെ കൊടുക്കാൻ ഗബ്രിയേൽ ഒരുക്കമായിരുന്നില്ല. ഡെറിക് ജനിച്ച അന്നേന് ആ ഹോസ്പിറ്റലിൽ മറ്റൊരു കുട്ടി കൂടെ ജനിച്ചിരുന്നു. പപ്പ ഇതൊന്നും എന്നോട് പറഞ്ഞില്ല. ഞാൻ കരുതി അധികാരികൾ കൊണ്ടുപോയത് എന്റെ മോനായിരുന്നു എന്ന്. ഡെറിക്കാണ് എന്റെ കുഞ്ഞെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ അവനെ പൊന്നുപോലെ. വേണ്ട, എനിക്കൊന്നും കേൾക്കണ്ട. എനിക്കറിയേണ്ടത് ഈ നാടിനെ പറ്റി അറിഞ്ഞിട്ടും നിങ്ങൾ എങ്ങനെ ഞങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടെന്നറിയണം. അത് ഈ കേസ് ആദ്യം കിട്ടുന്നത് എഡ്വിൻ സാറിന്റെ കയ്യില. കേസ് വായിച്ചപ്പോ തന്നെ ഞാൻ ഈ കേസ് എടുക്കണ്ടെന്ന് സാറിനോട് പറഞ്ഞതാ. പക്ഷെ ഞാൻ വേണ്ടെന്ന് പറഞ്ഞതുകൊണ്ടല്ല സാറിന്റെ ഈഗോ അത് ഹേർട്ട് ചെയ്തു. സാറിന് ഈ കേസ് അന്വേഷിച്ചേ പറ്റുമെന്നായി. കാണാതായ മേരി എന്റെ മകന്റെ ഭാര്യ. അവളെങ്ങോട്ട് പോയെന്ന് സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല. നിങ്ങളുടെ മകൻ നിങ്ങളോട് പറഞ്ഞില്ലേ അവൾക്ക് എന്ത് പറ്റിയെന്ന്? ഈ കേസ് വായിച്ചപ്പോ തന്നെ ഞാൻ അവനോട് ചോദിച്ചു. പക്ഷെ അവൾ എവിടെ പോയെന്ന് ആർക്കും അറിയില്ല. ഒരിക്കലും ഈ സമുദായത്തിലെ രാജാക്കന്മാർക്ക് പെൺകുട്ടികൾ ജനിക്കില്ല. പക്ഷെ എന്റെ മകന് മേരിയിൽ തുടർച്ചയായിട്ടുണ്ടായത് പെൺകുട്ടികളായിരുന്നു. ആ കുട്ടികളൊക്കെ ഈ കമ്മ്യൂണിറ്റിയിലെ അധികാരികള് സൽസാറിന് കാണിക്കായിട്ട് കൊടുത്തു.
സ്വന്തം കുഞ്ഞുങ്ങളെ അധികാരികളെ കൊണ്ടുപോയി ജീവനില്ലാത്ത ഏതോ പ്രതിമയ്ക്ക് മുന്നിൽ ബലി കൊടുക്കുമ്പോ നിങ്ങളുടെ മകൻ ഒന്നും പ്രതികരിച്ചില്ലേ? അവൻ എന്തെങ്കിലും പ്രതികരിച്ച അവന്റെ ഡാഡിയുടെ അതേ അനുഭവമായിരിക്കും അവനും. ഇനിയും പെൺകുഞ്ഞുങ്ങളുണ്ടായ ഇവര് കൊല്ലൂന്നറിഞ്ഞപ്പോ മേരി അങ്ങോട്ട് ഓടിപ്പോയെന്ന ഞങ്ങൾ കരുതിയ. നിങ്ങളും മകനെന്ന് കരുതി സ്നേഹിച്ച ആളിലെ നിങ്ങളെ പറ്റിക്കായിരുന്നു. അയാളാ ഫാദർ ഗബ്രിയലിനെ കൊന്നത്, മേരിയെ കൊന്നു താഴ്ത്തിയത്. ഇല്ല ഹെമി, അവനെ കൊണ്ടൊരിക്കലും അങ്ങനെയൊന്നും ചെയ്യാൻ കഴിയില്ല. അവനെ കൊണ്ട് കഴിയില്ലായിരിക്കാം, പക്ഷെ അവന്റെ ഉള്ളിലെ ചെകുത്താൻ അതിന് പറ്റും. നമ്മുടെ ഫാദറിലോ ഒന്നും അറിയാത്തൊരു കുഞ്ഞിനെ ഇതിലേക്ക് പെടുത്തിയതായിരുന്നു സ്വന്തം ചോരയെ രക്ഷിക്കാൻ. സാധാ കുടുംബത്തിൽ ജനിച്ച അവനിപ്പോ ഒരു ചെകുത്താനായിട്ട് മാറി. ജാക്കുലിൻ മാം, നിങ്ങൾക്ക് അറിയോ ആരാ ഇപ്പോഴത്തെ കിങ് എന്ന്? എനിക്കത് ആരാന്നറിയണം. അത് ഇപ്പോഴത്തെ കിങ് എമിലി. നീ പറഞ്ഞ ശരിയാ. ഡെറിക്ക് ഈ പരിസരത്ത് എങ്ങൂല. ഞാൻ കുറെ നോക്കി, കണ്ടില്ല. എനിക്കറിയാം ദേവ, അവൻ എങ്ങോട്ടാ പോയെന്ന്. അവൻ മേരിയെ വിളിച്ചു വരുത്തി കാര്യങ്ങളൊക്കെ മേരിയിൽ നിന്ന് അറിഞ്ഞിട്ടുണ്ട്. ഞാൻ അവനെ തേടി പോവുക. എവിടേക്ക്? നമുക്ക് അറിയില്ലല്ലോ അവൻ എങ്ങോട്ടാ പോയെന്ന്. അവൻ എവിടെയെന്ന് എനിക്കറിയില്ല, പക്ഷേ എനിക്കിവിടെ സമാധാനമായിട്ടിരിക്കാൻ കഴിയില്ല. ഞാൻ ഇപ്പൊ തന്നെ അവൻ അന്വേഷിച്ച് പോവുക. നിനക്ക് വേണമെങ്കിൽ എന്റെ കൂടെ വരാം. എമി, നിക്ക്, ഞാൻ വരുന്നു. ഡെറിക്, ജാക്കുലിൻ, ഇവിടെ ഇങ്ങനെയൊക്കെ നടക്കുന്നെന്ന് നിങ്ങൾക്ക് മുന്നേ അറിയാമെങ്കിൽ ഞങ്ങളടുത്ത് റിപ്പോർട്ട് ചെയ്യായിരുന്നു. എന്നാൽ ഡെറിക്കിനെ എമിലിയെ മാത്രം ഞങ്ങൾ ഇങ്ങോട്ട് വിടില്ലായിരുന്നു. ഇതിപ്പോ കേസ് എവിടെയാ വന്ന് നിൽക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായോ? സോറി സർ, ഞാൻ കരുതി മേരിന്റെ കേസ് ക്ലോസ് ചെയ്തിട്ട് ഇവര് തിരിച്ചു വരുമെന്ന്. ഇതിലൊക്കെ കയറി ഇടപെടുമെന്ന് ഞാനും വിചാരിച്ചില്ല. വാട്ട്? അവരിടപെട്ടതുകൊണ്ടാ ഇത്രയും വലിയ വൃത്തികേട് ഈ നാട്ടിൽ നടക്കുന്നുണ്ടെന്ന് പുറത്തറിയാൻ കഴിഞ്ഞത്. ഒരുപാട് വൈകിപ്പോയി മാം. മാമിന് ഇത് ആദ്യമേ ഞങ്ങളോട് ഷെയർ ചെയ്യായിരുന്നു. മാം പേടിച്ചിട്ടാണ് ഇതൊന്നും ഇൻഫോം ആക്കാത്തെന്ന് മനസ്സിലായി. പക്ഷേ 200 കണക്കിന് പെൺകുഞ്ഞുങ്ങളാ ആ പേടി കൊണ്ട് മരിച്ചു പോയത്. ഇനിയിപ്പോ നടന്നു കഴിഞ്ഞ കാര്യങ്ങളെ പറ്റി പറഞ്ഞിട്ട് കാര്യമില്ല. ഇതൊരു സിമ്പിൾ കേസായിട്ട് എനിക്ക് തോന്നുന്നില്ല. അല്ല മാം, എമിലിയും ദേവയും അവരെവിടെ? ഇന്നലെ രാത്രി ഡെറിക്കിനെ അന്വേഷിച്ച് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയതാ രണ്ടാളും. ഞാൻ ദേവയെ ഇൻഫോം ആക്കിയിട്ടുണ്ട്. നിങ്ങളോടെല്ലാം പറഞ്ഞു നിങ്ങളിന്ന് വരുമെന്ന്. അവര് വരട്ടെ, എന്നിട്ട് തീരുമാനിക്കാം. ഏതായാലും ഞാനൊന്ന് പുറത്തു പോവാ. ഇവിടെ പോലീസ് സ്റ്റേഷനിൽ എനിക്കൊരു ഫ്രണ്ട് ഉണ്ട്. അവൻ ഈ കാര്യങ്ങളൊക്കെ അറിയായിരിക്കും. ഒന്ന് ചോദിച്ചു മനസ്സിലാക്കാം. ഞാനും സാറിനൊപ്പം പോയിട്ട് വരാം. എമി, മാം വിളിച്ചിരുന്നു. എഡ്വിൻ സാറും ബാക്കിയുള്ളവരൊക്കെ എത്തിയിട്ടുണ്ട്. നമ്മളോട് അങ്ങോട്ട് പോവാൻ പറഞ്ഞു. പോവാം. നിങ്ങൾ പറഞ്ഞത് ശരി തന്നെയാണ്. പുറത്തു പറയാൻ പറ്റാത്ത ഒരുപാട് നീചപ്രവർത്തികൾ തന്നെയാണ് ആ കമ്മ്യൂണിറ്റിയിൽ നടക്കുന്നത്. പക്ഷേ ആർക്കും പരാതികളില്ല. അതാണ് പ്രശ്നം. ഈ നാട്ടിലെ 60% ആൾക്കാരും ഈ കമ്മ്യൂണിറ്റിയിൽ ഉൾപ്പെടുന്നു എന്നല്ലേ പറയുന്നത്. അപ്പോ ആരും ഇതുവരെ ഒരു പരാതി തന്നിട്ടില്ലേ? ഇല്ല. ഇതിൽ പെട്ടുപോയാ പിന്നെ പുറത്തേക്ക് വരാൻ കഴിയില്ല. പ്രേയർ മാത്രമല്ല, വിച്ച് ക്രാഫ്റ്റ്, ബ്ലാക്ക് മാജിക്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അവിടെ നടക്കുന്നുണ്ട്. അവിടെ നിന്ന് ആരും തന്നെ കംപ്ലൈന്റുമായിട്ട് പുറത്തോട്ട് വരില്ല സാർ. വന്നു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ജീവൻ ഉണ്ടാവില്ല. ഈ കമ്മ്യൂണിറ്റിയിലെ അധികാരികൾ തന്നെ വലിയ വലിയ തലങ്ങളിലിരിക്കുന്ന ആൾക്കാരാ. ഓക്കെ ഫൈൻ, നമ്മൾ അറിഞ്ഞ സ്ഥിതിക്ക് ഇനി ഇതിങ്ങനെ വിടാൻ കഴിയില്ല. ഞങ്ങളിൽ ഒരാള് അതിനകത്ത് പെട്ടിട്ടുണ്ട്. ഞങ്ങൾക്ക് ആളെ പുറത്തു കൊണ്ടുവരണം. ഈ നാട്ടുകാരെ രക്ഷിക്കുകയും ചെയ്യണം. നിങ്ങൾ പെട്ടു എന്ന് പറഞ്ഞ ആള് ഈ തലമുറയിലെ കിങ് ആണെങ്കിൽ അവർ നിങ്ങൾക്ക് വിട്ടുതരില്ല. ഐ തിങ്ക് ഇപ്പോ നിങ്ങളുടെ ആളെന്ന് പറയുന്ന ആള് അവരിൽ ഒരാളായിട്ട് മാറിക്കഴിഞ്ഞിട്ടുണ്ടാവും. സ്റ്റോപ്പ് ഇറ്റ്. പേടിയാണെങ്കിൽ അത് പറഞ്ഞാൽ മതി. നിങ്ങൾ ആരും ഇതിൽ ഇടപെട്ടില്ലെങ്കിൽ ഞാൻ പോവും, ഒറ്റയ്ക്ക് പോവും. ഡെറിക്കിനെ അവിടെ നിന്ന് കൊണ്ടുവരികയും ചെയ്യും. എനിക്കാരും പേടിയില്ല. എമിലി, ഡെറിക്ക് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണോ നിനക്ക്, അതുപോലെ തന്നെ ഞങ്ങൾക്കും. അതുപോലെ ഇവിടുത്തെ ജനങ്ങളെ ഞങ്ങൾക്ക് രക്ഷിക്കണം. അവൻ ഇവിടുന്ന് പോയിട്ട് 2 ദിവസമായി. നിങ്ങൾ ഇങ്ങനെ കൂടെ ഇരുന്ന് സംസാരിക്കുന്നല്ലാതെ എന്തെങ്കിലും നടന്നോ? എനിക്കറിയാം അവൻ എങ്ങനെ കൊണ്ടുവരണമെന്ന്. ലിയോ സാറിന്റെ ഫ്രണ്ട് പറഞ്ഞ കേട്ടില്ലേ? അവനിപ്പോ പഴയ ഡെറിക് ആണോന്ന് പോലും നമുക്കറിയില്ല. ഓ സ്റ്റോപ്പ് ഇറ്റ്. പൊട്ടിച്ചു.
അവൻ ഇപ്പോഴും പഴയ ഡെർക്ക് തന്നെയാ. അവന് മാറാൻ കഴിയില്ല. അവളെ കുറച്ചേരം ഫ്രീ ആയിട്ട് വിട്ടേക്ക്. ഡെറിക്കിന്റെ ഫീമെയിൽ വേർഷൻ അത് ഒന്നും പറയാൻ നിൽക്കണ്ട. അല്ല സാർ, ഡെർക്ക് ഇപ്പോഴും എവിടെയാന്ന് നമ്മൾ കണ്ടെത്തിയിട്ടില്ല. നമുക്ക് വെയിറ്റ് ചെയ്യാം. എന്തെങ്കിലും ഒരു തുമ്പ് കിട്ടാതിരിക്കില്ല. പിന്നെ ഈ കാര്യത്തില് നിങ്ങളുടെ കൂടെ ഞങ്ങൾ നിൽക്കാം. മാൻ പവറായിട്ടും എന്തിനും നിങ്ങൾക്ക് ഞങ്ങളെ വിളിക്കാം. ഡിക്കോപ്പേ, എഴുന്നേക്ക്, സമയമായി. ഡെറിക്, എവിടെയാ നീ? I'm with you forever. എന്റെ തോന്നലാണോ ഇതൊക്കെ? നീ എവിടെയാ? ഹലോ, ആരാ? ദേവ, എന്റെ കൂടെ വാ. നമുക്ക് അർജന്റായിട്ട് ഒരു സ്ഥലം വരെ പോണം. പോവാം. അല്ല, എമിലി എവിടെയാ ദേവ ഇങ്ങോട്ട് പോകുന്നത്? നിന്നെ പോലെയല്ലേ ഞങ്ങളും. ഞങ്ങളോട് പറഞ്ഞില്ലല്ലോ. വരുന്നവരെ വെയിറ്റ് ചെയ്യാം, എന്നിട്ട് ചോദിക്കാം. ഫാദർ ഗബ്രിയലിന്റെ ഫ്രണ്ടല്ലേ? അയാൾ എന്നെ വിളിച്ചിരുന്നു, എന്തോ പറയാനുണ്ടെന്ന്. മേ ബി ഡെറിക്കിന് എന്തെങ്കിലും വിവരമായിരിക്കും. വേഗം പോവാം, വാ. നിങ്ങൾ എന്തിനാ എന്നെ വിളിച്ചത്? നിങ്ങൾക്ക് എന്താ എന്നോട് പറയാനുള്ളത്? ഇന്നലെ കമ്മ്യൂണിറ്റിന്ന് ഞങ്ങൾക്കൊക്കെ ഒരു നോട്ടീസ് വന്നിരുന്നു. ആഫ്റ്റർ 10 days ഞങ്ങളുടെ പുതിയ രാജാവിനെ അവര് വെളിപ്പെടുത്താൻ പോകുന്നു എന്നും പറഞ്ഞിട്ട്. ആഫ്റ്റർ 10 days? അല്ല, എവിടെയാ പ്ലേസ്? ഞങ്ങളുടെ തന്നെ ബ്ലാക്ക് ചർച്ചിൽ വെച്ചിട്ടാ അത് നടത്തുന്ന. എനിക്കെന്തോ ഈ വിവരം അറിഞ്ഞപ്പോ മോളെ ഇത് അറിയിക്കണമെന്ന് തോന്നി. അതാ ഞാൻ വിളിച്ചത്. എനിക്ക് ആ ചടങ്ങിന് പങ്കെടുക്കാൻ കഴിയോ? പുറത്തുനിന്ന് ആരെങ്കിലും ആ ഫംഗ്ഷന് വന്നാ അവർക്ക് തിരിച്ചറിയാൻ പറ്റുമോ? ഇല്ല, പുതിയ കിങ്ങിന് ഞങ്ങൾക്ക് റിവീൽ ചെയ്യുന്ന ദിവസം അന്ന് കമ്മ്യൂണിറ്റിയിലെ 80% ആൾക്കാർ അവിടെ എത്തും. ആ കൂട്ടത്തിൽ തിരിച്ചറിയില്ലാരും. അപ്പോ നിങ്ങള് കമ്മ്യൂണിറ്റിയിലിടുന്ന ഡ്രസ്സും മാസ്കും ഞങ്ങൾ വിയർ ചെയ്താൽ ഞങ്ങൾ അവർക്ക് മനസ്സിലാവില്ല അല്ലേ? ആക്ച്വലി അങ്ങനെ പുറത്തുനിന്ന് ആരും ഈ സഭയിലോട്ട് വരില്ല. അതുകൊണ്ട് തന്നെ അവര് വേറെ ആരെങ്കിലും വരുമെന്ന് എക്സ്പെക്ട് ചെയ്യില്ല. അതുകൊണ്ട് കണ്ടുപിടിക്കില്ല. ഉറപ്പായും ഡെർക്കിനെ തന്നെയായിരിക്കും അവർ കിങ് എന്ന് റിവീൽ ചെയ്യാൻ പോകുന്നത്. എന്തായാലും ഞാൻ ആ ഫംഗ്ഷന് പങ്കെടുക്കും. നീ മാത്രമല്ല, ഞങ്ങളും വരും. അന്ന് ആ കമ്മ്യൂണിറ്റിയിലെ 90% ആൾക്കാരും പങ്കെടുക്കുമെന്നല്ലേ പറഞ്ഞ. എല്ലാത്തിനെയും ഒരുമിച്ച് പൂട്ടാൻ കിട്ടുന്ന അവസരം മിസ് ചെയ്യരുത്. അതെ, ഈ ഒരു അവസരം ഇനി നമുക്ക് കിട്ടിയെന്ന് വരില്ല. മാസ്കും അവരുടെ കോസ്റ്റ്യൂമും ഇട്ടാ പിന്നെ നമ്മള് അവരിലൊരാളായി മാറും. ഈ കമ്മ്യൂണിറ്റിയിൽ അങ്ങനെ എപ്പോഴും ഓപ്പൺ ആക്കുന്ന ഒന്നല്ല ആ ബ്ലാക്ക് ചർച്ച്. നമ്മളവിടെ പോയാൽ നമുക്ക് വേണ്ട എവിഡൻസ് ഒക്കെ അതിൽ നിന്ന് കിട്ടും. അതുകൊണ്ട് ലിയോ സാറ് പറഞ്ഞ പോലെ ഈ ചാൻസ് മിസ് ചെയ്യരുത്. അതെ, ഇതോടുകൂടി ഇനി വരുന്ന തലമുറയെങ്കിലും രക്ഷപ്പെട്ടോട്ടെ. ഈ കമ്മ്യൂണിറ്റി അതിവിടെ അവസാനിപ്പിക്കാൻ പറ്റുമെങ്കിൽ അതാ ഏറ്റവും നല്ലത്. അതെ, നമ്മൾ ഈ ഫേസ് ചെയ്യാൻ പോകുന്ന ഒരു ചെറിയ പ്രശ്നമല്ല, ഒരു വലിയ കമ്മ്യൂണിറ്റിയാ നമ്മൾ തകർക്കാൻ നോക്കുന്നത്. നമ്മുടെ കൂടെയും അതിനനുസരിച്ചുള്ള ഫോഴ്സ് ഉണ്ടാവണം. അത് പേടിക്കണ്ട. ലിയോസാന്റെ ഫ്രണ്ട് ആ പോലീസുകാരും പറഞ്ഞതല്ലേ എന്തിനും അവര് നമ്മുടെ കൂടെ ഉണ്ടാവുമെന്ന്. പോകുമ്പോ നമുക്ക് അവരെയും കൂടെ കൂട്ടാം. இந்த பூமி எப்ப வந்து நீ பிறந்த என் புத்திக்குள்ள தீ பொறிய நீ விதைச்ச அடி தேக்கு மர காடு பெருசுதான் சின்ன தீ குச்சி உசரா சிறுசுதான். എമി, നമ്മുടെ കുഞ്ഞ് നന്നായിട്ട് ശ്രദ്ധിക്കണം. നീ അതിനൊന്നും സംഭവിക്കാൻ പാടില്ല. നമ്മുടെ കുഞ്ഞ് എന്നും എന്റെ ഉള്ളിൽ സേഫ് ആയിരിക്കില്ലേ? പിന്നെന്താ? ലവ് യു. ആ കുഞ്ഞിന്റെ അവകാശി ഞാനാ. അതിന് ഞാൻ കൊണ്ടുപോകും. കാത്തിരിക്കെ ഞാനതിനു വേണ്ടി. ഇതൊക്കെ
സ്വപ്നമാണോ അതോ ഞാൻ പ്രഗ്നന്റ് ആണോ? വീണ്ടും വീണ്ടും ഞങ്ങൾ ഈ കുഞ്ഞിന് നഷ്ടമാവോ? ഇന്ന് നൈറ്റ് എല്ലാരും റെഡിയല്ലേ? യെസ് സാർ. അതിന്റെ ഉള്ളിൽ കയറി കഴിയുമ്പോൾ ഞങ്ങൾക്ക് സിഗ്നൽ വന്നാൽ മതി. നിങ്ങൾ പറയുന്നതനുസരിച്ച് ഞങ്ങൾ പ്രവർത്തിച്ചോളാം. നമ്മുടെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ വർക്കിംഗ് ആണെന്ന് നോക്കണം. എല്ലാവരുടെ കയ്യിലും ഒരു ഹിഡൻ ക്യാമറ എന്തായാലും വേണം. മനസ്സിലായല്ലോ? എന്നാ നമുക്ക് റെഡിയാവാം. കർത്താവ്, നെഞ്ചൊക്കെ ഇടിക്കുന്നുണ്ടല്ലോ. അല്ല മൈക്കിൾ, എല്ലാവരും പോയാ ഇവിടെ ആരാ ഉള്ളത്? നിങ്ങളൊക്കെ പൊക്കോ, ഞാൻ വേണമെങ്കിൽ ഇവിടെ ഇരിക്കാം. ശരിയാ, ഞാനത് ആലോചിച്ചില്ല. നമ്മളൊക്കെ പോയാൽ മേരി വരുമ്പോൾ ഇവിടെ ആരും കാണില്ലല്ലോ. നീ ഇവിടെ ഇരുന്നോ, നിന്റെ ബ്ലഡ് ആകുമ്പോൾ നല്ല ബ്ലഡാ. ഓൾ ദ ബെസ്റ്റ്. കർത്താവെ, മേരിയുടെ കാര്യം അത് ഞാൻ മറന്നു. ചെകുത്താനെ കടലിൽ നോട് കാണല്ലോ. ഞാനും വരുന്നു. എമി, ദേവാ, ഡോൺ വരി, ഡയറക്റ്റിനൊന്നും പറ്റില്ല. നമ്മളൊക്കെ നിന്റെ കൂടെ ഇല്ലേ? വാ, പോവാൻ വേണ്ടി റെഡിയാവാം. ദേവ നിക്ക്. നിന്നെ സൂക്ഷിക്കണം. ഡയറക്റ്റിനെ പോലെ തന്നെ നീ എനിക്ക് ഇമ്പോർട്ടൻ്റാ. ടെൻഷൻ ആവണ്ട, വാ. എല്ലാരും മാസ്ക് എടുത്ത് വെച്ചോ. He is our new king. Let us welcome our new king with love. Greetings. I'm your new king. ഇന്നു മുതൽ നിങ്ങൾക്ക് പുതിയ രാജാവും പുതിയ നിയമങ്ങളും ആയിരിക്കും. ആദ്യത്തെ നിയമം, ഇവിടെ ആർക്കും മാസ്കിൻ്റെ ആവശ്യമില്ല. നിങ്ങൾക്കും എന്നെ പോലെ മാസ്ക് മാറ്റാം. ഇവൻ എന്ത് പണിയാ കാണിക്കുന്ന? മാസ്ക് മാറ്റിയാൽ നമ്മളെ കണ്ടുപിടിക്കില്ലേ? അതിനിവിടെ ഉള്ളവര് പരസ്പരം മുന്നേ കണ്ടിട്ടില്ലല്ലോ. എൻ്റെ പ്രജകൾക്ക് മാസ്കിൻ്റെ ആവശ്യമില്ല. ധൈര്യമായി നിങ്ങൾക്ക് നിങ്ങളായി തന്നെ ഇവിടെ നിൽക്കാം. ദിസ് ഇസ് മൈ ഫസ്റ്റ് ഓർഡർ. തെറ്റ് ചെയ്യുന്നവർക്കേ മുഖംമൂടിയുടെ ആവശ്യമുള്ളൂ. നമ്മളിലാരും തന്നെ ഇവിടെ തെറ്റൊന്നും ചെയ്യുന്നില്ല. അതുകൊണ്ട് നമ്മൾക്കിടയിൽ ഇനിയൊരു മുഖംമൂടിയുടെ ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ഇതിലുള്ള പല നിയമങ്ങളും ഞാൻ ഇന്ന് മാറ്റും. ഇന്നു മുതൽ ഇവിടെ പുതിയ രീതികളായിരിക്കും. കണ്ണുകൾ, അതാണ് നമ്മുടെ പവർ. മറ്റൊരാളുടെ കണ്ണി നോക്കി നമുക്കവരെ നമ്മളിലേക്ക് അടുപ്പിക്കാൻ കഴിയും. അതുകൊണ്ട് കണ്ണുകൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. എഡ്വിൻ സാർ, ഡെർക്കി പറയുന്നത് നമ്മളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതാണോ? എനിക്കൊരു ഡൗട്ട്. യെസ്, അവൻ നമുക്ക് മുന്നറിയിപ്പ് തരിക. തൽക്കാലം ആരും ഇവിടെയുള്ളവരെ കണ്ണിലേക്ക് നോക്കണ്ട. കിങ് അപ്പോയിന്റഡ് ബൈ ഗോഡ് ഓഫ് സൽസാർ. ഞങ്ങൾ നിങ്ങളെ ഒരുപാട് ബഹുമാനിക്കുന്നുണ്ട്. ഡെർക്കിന്റെ വലതുഭാഗത്തിരിക്കുന്ന ആ ബുക്കില്ലേ, അതനുസരിച്ചാ ഇവരിവരെ കമ്മ്യൂണിറ്റി വളർത്തുന്നത്.
എല്ലാം ഒരുമിച്ച് നശിപ്പിക്കണം. നിങ്ങളുടെ രാജാവായ ഞാൻ ഇന്നു മുതൽ ഈ കമ്മ്യൂണിറ്റിയിൽ ഒരു മാറ്റം കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. അവിടെ നിന്ന് എന്താഗ്രഹിച്ചാലും ഞങ്ങൾക്കത് സമ്മതമാണ്. പറഞ്ഞാലും ഖഗോഡ് സമുദായത്തിൽ ഇന്നു മുതൽ നമ്മൾ പെൺകുഞ്ഞുങ്ങളെ ബലി കൊടുക്കുന്നില്ല. പകരം അവരെക്കാൾ കൂടുതൽ ശക്തി കിട്ടും പ്രായപൂർത്തിയായ പുരുഷന്മാരെ ബലി കൊടുത്താൽ. What do you mean? പ്രായപൂർത്തിയായ പുരുഷന്മാരെയാണ് നിങ്ങൾ ബലി കൊടുക്കുന്നതെങ്കിൽ പ്രാർത്ഥനയ്ക്ക് കുറച്ചുകൂടെ ശക്തി കിട്ടും. മാത്രമല്ല, നമ്മൾ ആഗ്രഹിക്കുന്ന എന്തും കുറച്ചുകൂടെ നേരത്തെ നമുക്ക് കിട്ടും. കിങ്ങിന്റെ തീരുമാനം അതാണെങ്കിൽ അത് നടപ്പിലാക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ഐ നോ, നിങ്ങളുടെ ദൈവവും രാജാവും എന്തു പറഞ്ഞാലും അത് നിങ്ങൾ അനുസരിക്കുന്നവരാണെന്ന് എനിക്കറിയാം. പക്ഷേ ഇനി അതിൻ്റെ ആവശ്യമില്ല. ഇന്നത്തോടുകൂടി ഞാൻ എല്ലാത്തിനും ഒരു മാറ്റം വരുത്തി തരാം. മനസ്സിലായില്ല. ഡെറിക് എബ്രഹാം ആയിരിക്കും ഈ കമ്മ്യൂണിറ്റിയിലെ ലാസ്റ്റ് കിങ്. ഇന്നത്തോടുകൂടി ഈ കമ്മ്യൂണിറ്റി ഇവിടെ അവസാനിക്കും. നോ വേ, അതിന് നിങ്ങൾക്ക് കഴിയില്ല മിസ്റ്റർ ഡെറിക്. നിങ്ങൾ ഞങ്ങളുടെ കിങ് ആയിരിക്കാം, പക്ഷെ ഒരിക്കലും നിങ്ങൾക്കിത് അവസാനിപ്പിക്കാൻ കഴിയില്ല. കഴിയോ ഇല്ലേ എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഈ കമ്മ്യൂണിറ്റിക്ക് പുറത്ത് കേസും കോടതിയൊക്കെയുള്ളത് നിങ്ങൾക്കറിയോ? അതിന് ഈ കമ്മ്യൂണിറ്റി വിട്ട് നീ പുറത്തു പോയാലല്ലേ? തീർക്കാനാണെങ്കിൽ അവ മാത്രമല്ല, ഞങ്ങളും ഉണ്ട് കൂടെ. എല്ലാത്തിനും പിടിച്ചു കിട്ടടാ, ചെല്ല്. നിങ്ങൾ ഈ കാണിക്കുന്നത് അനീതിയാണ്. ഞങ്ങളുടെ സഭയെ നിങ്ങൾ അപമാനിച്ചു. ഞങ്ങളുടെ ദൈവത്തിന്റെ പരമ്പര ജനിച്ച് നിങ്ങൾ ഒരിക്കലും ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. ഞങ്ങൾ ഇതുവരെ ഒന്നും ചെയ്തില്ലല്ലോ, ചെയ്യാനിരിക്കുന്നതേ ഉള്ളൂ. നിങ്ങൾ വെയിറ്റ് ചെയ്ത് കാണിച്ചു തരാം. കർത്താവേ, ഇവനെന്താ ഡ്രാഗന്റെ ജന്മമാണോ? ഇങ്ങനെ വായി നോക്കി നിൽക്കാതെ എങ്ങോട്ടെങ്കിലും മാറി നിൽക്ക് ടെസ. ഇവളെന്താ പറന്നടിക്കുന്നു? ഇവിടെ മനുഷ്യരായിട്ട് ആരുമില്ലേ? മൈക്കിൾ, ഇവിടെ നിന്ന് എന്ത് എവിഡൻസ് കിട്ടിയാലും അത് കളക്ട് ചെയ്ത് വെച്ചോ. ഷുവർ സാർ. ഈ ചർച്ചിന് ചുറ്റും പോലീസ് വളഞ്ഞിട്ടുണ്ട്. കീഴടങ്ങിയ ജീവനെങ്കിലും നിങ്ങൾക്ക് മിച്ചം കിട്ടും. സാർ, ഇതിലെ അധികാരികളൊക്കെ ഞങ്ങൾ കൊണ്ടുപോയിട്ടുണ്ട്. ബാക്കി ജനങ്ങളൊക്കെ കുറെ പേര് ഞങ്ങൾ എടുത്തിട്ടുണ്ട്. ഇവിടുന്ന് കിട്ടുന്ന എവിഡൻസും പിന്നെ ഞങ്ങളുടെ കയ്യിലുള്ള പേപ്പേഴ്സും മറ്റു കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഡയറക്റ്റ് അയച്ചോളാം. തൽക്കാലം ഇവന്മാരെയും കൊണ്ട് നിങ്ങളുടെ വണ്ടി വിട്ടോ. ഷുവർ സാർ, ഞങ്ങളെന്നാ പോട്ടെ. ലിയോ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. താങ്ക് യുടാ, ഞാൻ വിളിച്ചോളാം പിന്നീട്. എല്ലാവരും കറക്റ്റ് സമയത്ത് ഇവിടെ എങ്ങനെ എത്തിയത്? കോസ്റ്റ്യൂമൊക്കെ എങ്ങനെ ഒപ്പിച്ചു? നന്നായി ചേരുന്നുണ്ട്. ഞങ്ങളുടെ കോസ്റ്റ്യൂമൊക്കെ അവിടെ നിൽക്കട്ടെ, നിന്റെ ഫാൻസി ഡ്രസ്സ് അത് പൊളിച്ചു. സ്കൂളിലെ ഡ്രാമയിൽ പോലും ഇതിനേക്കാൾ നല്ല രാജാവ് ഉണ്ടായിരിക്കും. മോശം. രണ്ടുപേരും നിർത്തോ. മനുഷ്യൻ ജീവൻ കൈ പിടിച്ചിട്ടാ ഇത്ര നേരം ഇവിടെ നിന്നത്. ഡെറിക്, നീ ഓക്കെ അല്ലേ? ഇതുപോലത്തെ പല കേസും ഇതിനു മുന്നേ വന്നിട്ടുണ്ട്. അന്നൊന്നും ഇതുപോലെ ആരും ഇല്ലായിരുന്നു. ഓക്കെ ആണോ ചോദിക്കാൻ. ഇനിയും ആരും വേണ്ട. ഏയ്, എന്തടി തുറച്ചു നോക്കണം കോപ്പെ. ഇന്ന് വാ, ചോദിക്കട്ടെ. മാം, അല്ല, നമ്മളിനി എന്തിനാ ഇവിടെ നിൽക്കുന്ന?
ഏകദേശം എല്ലാം സെറ്റായില്ലേ? നമുക്ക് തിരിച്ചു പോവാം. പോവാം. അതിനു മുന്നേ ഈ സ്ഥലം ഒന്നുകൂടെ ഒന്ന് ചെക്ക് ചെയ്യാം. ഇവിടുന്ന് കേസിന് സ്ട്രോങ് ആയിട്ടുള്ള എന്തെങ്കിലും കിട്ടാതിരിക്കില്ല. വാ. അവിടെ അവിടെ ആരാ ഒറ്റയ്ക്ക്? നിക്ക്. ഡാഡി, ആരായാള്? അയാൾ എന്തിനാ എമിലിയുടെ കൈ കയറി പിടിക്കുന്ന? അവളുടെ ഡാഡി എന്നല്ലേ വിളിച്ച, അപ്പോ ഡാഡി ആയിരിക്കും. വേണ്ട, അയാളുടെ പിറകെ പോണ്ട. നിന്നെ കൊണ്ട് കൂട്ടിയ കൂടുന്നതല്ല അത്. ഡാഡി പറയുന്ന പോലെ പ്രശ്നങ്ങളിലൊന്നും കയറി ചാടാൻ നിൽക്കണ്ട. ഇല്ല ഡാഡി, ഇത് എല്ലാ തരത്തിലും ഇവിടെ അവസാനിപ്പിക്കണം. അല്ലാതുണ്ടെങ്കിൽ ജീവിതകാലം മുഴുവൻ ഞാൻ എന്തിനെയൊക്കെ പേടിക്കേണ്ടി വരും. അറിയാം, പക്ഷേ അതിനുള്ള സമയം ആയിട്ടില്ല. നിന്നെ കൊണ്ടൊറ്റയ്ക്ക് അതിന് കഴിയില്ല മോളെ. ഡാഡി പറയുന്ന കേക്ക്. ഇതിവിടെ അവസാനിപ്പിച്ചിട്ട് തിരിച്ചു പോ. ഡാഡി പറഞ്ഞതനുസരിച്ച് ഞാൻ ഇവിടെ നിന്നെല്ലാം മതിയാക്കി പോവാം. പക്ഷെ ഡാഡി എനിക്ക് ഉറപ്പ് തരണം, എന്റെ കുഞ്ഞിനെ സംരക്ഷിച്ചു കൊള്ളാന്ന്. ഞാനുണ്ടാവും എപ്പോഴും, എല്ലാ ആപത്തു നിന്നും നിനക്കൊരു താങ്ങായി. അവളടുത്ത് സംസാരിച്ചോളുന്ന ആള് മാഞ്ഞു പോയോ? ഇവിടെയുള്ളവരൊക്കെ നിൽക്കണ നിപ്പിൽ കാണാതാവും. മനുഷ്യരാണോ എന്താണെന്ന് മനസ്സിലാവുന്നില്ലല്ലോ. എമി, ഡാഡിക്ക് എന്റെ കയ്യിൽ നിന്ന് വിടെ. നോ. എമിലി, മതി ആരെങ്കിലും അവളൊന്ന് പിടിച്ചു നിർത്ത്. എന്തടി അടിക്കണ? മതി. നിന്റെ ഡ്രാമ ഒന്നും എനിക്ക് കാണണ്ട. നീ വലിയ രാജാവാണെങ്കിൽ എനിക്കൊരു കോപ്പമില്ല. നീ എന്തിനാ ഡയറക്റ്റ് ചിരിക്കുന്ന? നിനക്കെന്നെ കണ്ടിട്ട് ജോക്കറായിട്ട് തോന്നുന്നുണ്ടോ? മതി, എല്ലാം അവസാനിച്ചു. ഇനി നിനക്ക് നിന്റെ വഴി, എനിക്ക് എന്റെ വഴി. വാട്ട്? നീ എന്തൊക്കെയാ പറയുന്ന? അതിന് മാത്രം ഇവിടെ എന്താ സംഭവിച്ച? ഞാൻ തിരിച്ചു വന്നില്ലേ? പിന്നെന്താ? എമിലി, ഞാൻ പറയുന്നത് നീ ഒന്ന് കേക്ക്. വേണ്ട, എനിക്കൊന്നും കേൾക്കണ്ട. സമാധാനമായിട്ട് ജീവിച്ചിരുന്ന നിന്നെ ഞാൻ എന്ന് കണ്ടു, അതോടെ തീർന്നില്ല. ഒന്നും പറയാതെ നീ ഇന്ന് രാത്രി ഇറങ്ങിപ്പോയില്ലേ? നീ എന്നെ പറ്റി ചിന്തിച്ചോ? ഒന്നും പറയാതെ നീ അങ്ങോട്ട് പോയപ്പോ എവിടെയാന്നറിയാതെ ഞാനും ദൈവം നിന്നെ എന്തോരം അന്വേഷിച്ചെന്നറിയോ? അതങ്ങനെ നിനക്കൊന്നും മനസ്സിലാവില്ല. ഞാൻ സമാധാനമായിട്ടൊന്ന് ഉറങ്ങിയിട്ട് എത്ര ദിവസമായെന്നറിയോ? മതി ഡാഡി, ഞാനിതിവിടെ സ്റ്റോപ്പ് ചെയ്യാം. ഞാനൊരിക്കലും നിനക്ക് സെറ്റാവില്ല. എന്നെക്കൊണ്ട് വയ്യ. നിന്റെ ഈ സ്വഭാവത്തിന് ഞാൻ ഒരിക്കലും സൂട്ടാവില്ല. എന്നെ എന്റെ പാടിന് വിട്ടേക്ക്. ഇങ്ങനെ പറയാൻ മാത്രം അതിന് ഒരു തെറ്റൊന്നും ഞാൻ ചെയ്തിട്ടില്ല. എന്നെ ഒഴിവാക്കാനാണ് നീ ശ്രമിക്കുന്നെങ്കിൽ അറിയാലോ എന്നാ. അറിയാൻ മാത്രം നീ ആരാ? നീ അത്രയ്ക്ക് വലിയ ആളാണെങ്കിൽ നിനക്ക് മുകളിലൊരു ദൈവം ഉണ്ടല്ലോ ഇവിടെ. അയാളെ തീർത്തിട്ട് എന്റെ അടുത്തേക്ക് വാ. അങ്ങനെയാണെങ്കിൽ മാത്രം എന്റെ അടുത്തേക്ക് വാ. അല്ലെങ്കിൽ എന്നെ കാണാനോ സംസാരിക്കാനോ പാടില്ല. അതല്ലാതെ എനിക്ക് നിന്നെ കാണണ്ട. എമി, ഡെറിക് വേണ്ട, അവളെ കുറച്ചൊരു ഒറ്റയ്ക്ക് വിട്. ദേവ, അവളുടെ അടുത്തേക്ക് പോ. എമി, നീ ഇങ്ങനെ അടികൂടാനാണോ ഇത്രയും നാളും അവനെ കാണാത്ത സങ്കടപ്പെട്ട് നടന്നത്? എന്താ നിനക്ക് പറ്റിയേ? ദേവ, നീ അവരുടെ കൂടെ പോയില്ലേ? എന്റെ പുറകെ ഇങ്ങോട്ട് വന്നോ? നിന്നെയും കൊണ്ട് ചെല്ലാൻ പറഞ്ഞു. മതി, വാ. ഇതത്ര നല്ല സ്ഥലമൊന്നുമല്ല. നമ്മൾ എന്തിനാ ഇവിടെ നിൽക്കുന്നത്? നമുക്ക് പോവാം. ദേവ, ഇതല്ലേ ആ കുഞ്ഞുങ്ങളെ ബലി കൊടുക്കുന്ന മാജിക് പ്ലേസ്? അതൊക്കെ ഇപ്പൊ എന്തിനാ നീ അന്വേഷിക്കുന്ന? നമ്മളെല്ലാം അവസാനിപ്പിച്ചില്ലേ? ഇനി ഈ പ്ലേസിലൊന്നും നമുക്ക് നിൽക്കണ്ട. വാ, നമുക്ക് പോവാം. ദേവ, അവർക്ക് എങ്ങനെയായിരിക്കും 200 പെൺകുഞ്ഞുങ്ങളെ ഒരു ദയയില്ലാതെ? അന്ന് എന്റെ കുഞ്ഞിനെ നഷ്ടപ്പെട്ടപ്പോ ഞാൻ അനുഭവിച്ച വേദന നീ കണ്ടതല്ലേ? എമി, അതൊക്കെ കഴിഞ്ഞ കഥയല്ലേ, വിട്ടേക്ക്. ഇല്ല ദേവ, ഒന്നും അവസാനിച്ചിട്ടില്ല. ഈ മാജിക് പ്ലേസ് അതല്ലേ നമ്മൾ ആദ്യം തകർക്കേണ്ട. എമി, അതൊക്കെ എഡ്വിൻ സാറ് എന്തെങ്കിലുമൊക്കെ ചെയ്തോളും. നമ്മളിനി ഇതിന്റെ പിന്നാലെ പോവേണ്ട ആവശ്യമുണ്ടോ? പിന്നെ നമ്മൾ ഇവിടുന്ന് പോകുമ്പോ ഇവിടുത്തെ ആൾക്കാർ വീണ്ടും ഇത് തുടരും. അവര് കുഞ്ഞുങ്ങളെ ഇവിടെ കൊണ്ട് ബലി കൊടുക്കും. അത് പാടില്ല.
ഇത് പൊളിക്കണം ദേവ. എമി, നീ കണ്ടതല്ലേ, ഇതിനകത്തുള്ള അധികാരികളൊക്കെ പോലീസ് കൊണ്ടുപോയില്ലേ? ഇനി ഇത് വീണ്ടും തുടർന്ന് ഇവിടെ ബലി കൊടുക്കാൻ ആര് വരും? നമ്മൾ ഇനി ഇതിൽ ഇടപെടേണ്ട, അതാ നല്ലത്. ഇല്ല ദേവ, ഇപ്പോഴും ഇരുളിന്റെ മറവില് 2 വ്യക്തികളുണ്ട്. അതിലൊരാളെ വെട്ടത്തൊട്ട് കൊണ്ടുവരാൻ എനിക്ക് കഴിയും. പക്ഷെ ഞാനതിന് ശ്രമിച്ചാൽ ചിലപ്പോ ആളെ എനിക്ക് നഷ്ടപ്പെടും. എമിലി, നീ എന്തൊക്കെയാ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. തെറ്റാര് ചെയ്താലും തെറ്റാ ദേവ. പക്ഷെ നമുക്കത് ഒരുപാട് ഇഷ്ടമുള്ള ആള് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സഹിക്കാൻ കഴിയില്ല. എമി, ഫാദർ ഗബ്രിയേല് അധികാരികൾക്ക് കൊടുത്ത കുഞ്ഞ്, ജാക്വലിൻ മാം മോനായിട്ട് കണ്ട് വളർത്തിയ ആ കുഞ്ഞ് മോണ്ടസ്ഫെറിക്. ജനിച്ച 3 കുഞ്ഞുങ്ങളെയും ഒരു ദയയില്ലാതെ ബലി കൊടുത്ത ആള്, ഫാദർ ഗബ്രിയേലിനെ ഷൂട്ട് ചെയ്ത് കൊന്നിട്ട് ഓടിപ്പോയ ആള്. ഞാൻ മനസ്സിലാക്കിയ ദേവയ്ക്ക് അതിന് കഴിയില്ല. പിന്നെ അങ്ങനെ നീ ഇതൊക്കെ? അപ്പോ നീ എല്ലാം മനസ്സിലാക്കി അല്ലേ? എനിക്ക് മനസ്സിലാവുന്നില്ല ദേവ. ശരിക്കും നീ ആരാ? ഞാൻ അറിയുന്ന ദേവയാണോ അതോ മോണ്ടസ്ഫെറിക്കാണോ? നിന്റെ മുന്നിൽ ഞാൻ ഒരിക്കലും അഭിനയിച്ചിട്ടില്ല. നിന്റെ ദേവയായിട്ട് മാറാൻ എനിക്ക് ഇഷ്ടം മാത്രമേ ഉള്ളൂ. പക്ഷെ എന്റെ ഉള്ളിൽ ഞാൻ അതെന്നെ വിട്ടു പോവില്ല. എന്തുകൊണ്ട് ഇനിയെങ്കിലും മനസ്സിലാക്കുക നീ, ഇതൊന്നും സത്യമല്ല. ഈ മാജിക് പ്ലേസ് ഉണ്ടെങ്കിൽ നീയൊക്കെ ഇനി ആരാധിക്കോ? എമിലി, ഇത്രയും നാളും ഞാൻ നിന്നെ സംരക്ഷിച്ചു, ആർക്കും വിട്ടുകൊടുത്തില്ല ഞാൻ. ആ എന്നെ കൊണ്ട് തന്നെ നീ നിന്റെ ജീവൻ അടുപ്പിക്കരുത്. മര്യാദയ്ക്ക് എഴുതി പോ. ഒരിക്കലും ഒരു മനുഷ്യന് ഇത്ര ക്രൂരനാവാൻ കഴിയില്ല. സ്വന്തം കുഞ്ഞുങ്ങളെ ഒരു ദയയില്ലാതെ. അതിനൊക്കെ കാരണം ഈ പ്ലേസാ. അത് ഞാൻ ഇല്ലാതാക്കും. എമിലി, ഞാൻ പറയുന്ന കേക്ക്. വേണ്ട, ഞങ്ങളുടെ ദൈവം അതിനകത്തിരിക്കുന്ന. ഞാനിത് തുറക്കാൻ പോവാ. നിന്റെ ദൈവത്തിന്റെ ശക്തി ഉണ്ടെങ്കിൽ ഇറങ്ങി വരാൻ പറ. എമിലി, വേണ്ട. തുറക്കരുത്. ഞാൻ ഷൂട്ട് ചെയ്യും. നിനക്കറിയാനോ എന്നെ? എനിക്ക് നിന്നെ നന്നായിട്ടറിയാം. നിനക്കെന്നെ കൊല്ലാൻ പറ്റുമെങ്കിൽ നീ കൊന്നോ ദേവ. എമിലി, ഞാൻ പറയുന്ന കേക്ക്. അത് തുറക്കരുത്. ഇല്ല ദേവ, ഇനിയും ഇതിവിടെ പാടില്ല. എമിലി, അത് തുറക്കരുത്. ഒരു ദൈവത്തിനും കുഞ്ഞു മക്കളിങ്ങനെ കൊന്നു തിന്നാൻ കഴിയില്ല ദേവ. ഈ കുഞ്ഞുങ്ങളൊക്കെ ദൈവത്തിന് കൊടുത്ത ബലിയ. അതിന് ദൈവം എന്ത് പഠിച്ചു? നിനക്ക് ഇനിയും ഞാൻ പറയുന്നത് മനസ്സിലാവുന്നില്ലേ? നിന്നെ എങ്ങനെയും ഞാൻ പറഞ്ഞ് മനസ്സിലാക്കേണ്ട. നിങ്ങൾ പറയുന്ന ദൈവം ഇല്ല, അയാള് സാത്താനാ. സാത്താനാണെങ്കിലും നമ്മളെ ചോദിക്കുന്നൊക്കെ തരുന്നില്ലേ? തിരിച്ച് നമ്മൾ ഈ ചെറിയ കുഞ്ഞുങ്ങളല്ലേ കൊടുക്കുന്നത്. നിന്റെ ദൈവത്തിന് തരാൻ കഴിയോ? ചോദിക്കുന്നത് എന്തും. പക്ഷെ സൽസാറിന് കഴിയും. ദൈവം മതിയാക്ക്. നിന്നെ എനിക്ക് വേണം. ദേവയായിട്ട് തിരിച്ചു വേണം. ഇതിന്ന് പുറത്തു വാ പ്ലീസ്. എന്തിനാ അമലി എന്റെ പുറകെ വന്ന് നീ എല്ലാം മനസ്സിലാക്കിയത്? എനിക്ക് നിന്നെയും കൊല്ലേണ്ടി വരുമല്ലോ. നിനക്കെന്നെ കൊല്ലാൻ പറ്റുമെങ്കിൽ നീ കൊന്നോ. നിന്റെ കൈ കൊണ്ട് ചാവാൻ ഞാൻ തയ്യാറാ. എനിക്ക് നിന്നെ കൊല്ലാൻ കഴിയില്ല. പക്ഷേ എനിക്കിതൊന്നും അവസാനിപ്പിക്കാനും കഴിയില്ല അമ്മി. പക്ഷേ എനിക്കിതൊക്കെ അവസാനിപ്പിക്കാൻ കഴിയും. അതിന് ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. സൽസാറിന് വേണ്ടി എനിക്ക് നിന്നെ കൊല്ലേണ്ടി വരും എമിലി. സോറി. ഞാൻ നിന്നെ എന്റെ കൂടെ പറപ്പായിട്ട് കണ്ടത്. ആ നിനക്ക് എന്നേക്കാൾ വലുത് നിന്റെ ദൈവമാണെങ്കിൽ നീ എന്നെ ഷൂട്ട് ചെയ്തോ. മരിക്കാൻ ഞാൻ തയ്യാറാ. എമിലി പ്ലീസ് നിർത്ത്. ഇല്ല ദേവ, നീ എന്നെ കൊന്നില്ലെങ്കിൽ ഞാനത് തകർക്കും. അങ്ങനെയാണെങ്കിൽ എനിക്ക് നിന്നെ കൊല്ലേണ്ടി വരും എമിലി. ദേവ, ദേവ, ദേവ എന്നെ നോക്ക്. കണ്ണോർക്ക്. ദേവ, ഞാൻ പറയുന്നത് നീ കേൾക്കുന്നുണ്ടോ? എമിലി കുഞ്ഞിനെ ശ്രദ്ധിച്ചോ? അയാൾ വരും. ദേവ, കണ്ണോർക്ക്. എന്നെ നോക്കു നീ. എമി, ദേവ പോയി. ഇല്ല, ദേവ കണ്ണോർക്ക്. ഞാൻ പറയുന്നത് നീ കേൾക്കുന്നുണ്ടോ? എനിക്ക് കഴിയും നിന്നെ ഇരുന്ന് പുറത്തു കൊണ്ടുവരാൻ. എണീക്ക്. ഇല്ല എമിലി, നിനക്ക് നല്ല ആർക്കും അവൻ ഇരുന്ന് രക്ഷിക്കാൻ കഴിയില്ല. അവൻ പൂർണ്ണമായിട്ടും ഇതിലകപ്പെട്ടു പോയി.
ഡെറിക് അവനെ ഷൂട്ട് ചെയ്തില്ലെങ്കിൽ അവൻ ഇതിനു വേണ്ടി നിന്നെയും കൊല്ലും. ഇല്ല മൈക്കിൾ, അവൻ എന്നെ ഷൂട്ട് ചെയ്യാൻ കഴിയില്ല. അങ്ങനെയാണെങ്കിൽ അവൻ എന്നെ എന്നേ കൊന്നേനെ. അവൻ ഒരിക്കലും എന്നെ കൊല്ലാൻ കഴിയില്ല. മേ ബി അവന് കഴിയില്ലായിരിക്കും, പക്ഷെ അവന്റെ ഉള്ളിലെ മോണ്ടസ്ഫെറിക് അവന് നിന്നെ കൊല്ലാൻ കഴിയും. കൃത്യസമയത്ത് ഡെറിക് അവനെ ഷൂട്ട് ചെയ്തില്ലെങ്കിൽ അവൻ നിന്നെ കൊല്ലുമായിരുന്നു എമിലി. അതെ എമിലി, ഈ കമ്മ്യൂണിറ്റി ഒരു ട്രാപ്പാ. മോണ്ടസിന് ഒരിക്കലും ദയവായിട്ട് മാറി ജീവിക്കാൻ കഴിയില്ല. എനിക്കതൊന്നും അറിയണ്ട. അവനെ കൊല്ലാൻ ആർക്കും റൈറ്റ്സ് ഇല്ല. നിനക്കെന്താടി പറഞ്ഞാൽ മനസ്സിലാവാതെ? അവൻ നിന്റെ ദേവയല്ല, അവൻ്റെ ഉള്ളിലെ ചെകുത്ത നിന്നെ കൊല്ലും. നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സമയം പോകുന്ന അറിയുന്നില്ല. നമുക്ക് ദേവയുടെ ബോഡി ഇവിടുന്ന് മാറ്റണ്ടേ? ഇല്ല, അവൻ മരിച്ചിട്ടില്ല. എമിലി പറയുന്ന കേക്ക്. വേണ്ട, നീ അവനെ കൊന്നത്. എനിക്ക് നിന്നെ കാണണ്ട. എന്റെ അടുത്തത് പോ. എനിക്ക് നിന്നെ കാണണ്ട. എമിലി, മാം, അവൾ ഓക്കെ അല്ല. അവളെ ഇവിടെ നിന്ന് എത്രയും പെട്ടെന്ന് മാറ്റാം. ടെസ, നിങ്ങൾ ഇവിടുത്തെ പൊക്കോ. ഇവിടുത്തെ കാര്യങ്ങൾ ഞങ്ങൾ നോക്കിക്കോളാം. വാട്ട്, 2 months ലീവോ? അതൊന്നും പറ്റില്ല. ഡെറിക് വേണമെങ്കിൽ 2 weeks തരാം. ഓൾറെഡി ഇവിടെ വർക്ക് ലോഡ് കൂടുതലാ. സോറി സാർ, തരുവാണെങ്കിൽ 2 months, ഇല്ലെങ്കിൽ ഞാൻ എൻ്റെ റിസൈൻ ലെറ്റർ തരാം. നിങ്ങളതിൽ സൈൻ ചെയ്ത് തന്നാൽ മതി, ഞാൻ പൊക്കോളാം. ഡെറിക്, ഓൾറെഡി ഇവിടെ ആൾക്കാർ കുറവാ, അറിയാലോ. 6 months ആയിട്ട് എമിലി ഇവിടെ വന്നിട്ടില്ല. അതിനിടയിൽ നീയും 2 months ലീവ് എടുത്താ അതാ സാറ്. സോറി മാം, മറ്റുള്ളവരുടെ കാര്യം എനിക്ക് കേൾക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഞാൻ ചോദിച്ച ലീവ് തരാൻ പറ്റുമെങ്കിൽ തരാം, ഇല്ലെങ്കിൽ ഞാൻ ഈ ഓഫീസിൽ നിന്ന് റിസൈൻ ചെയ്ത് പൊക്കോളാം. വേണ്ട, 2 months അല്ലേ. അവന്റെ ലീവ് ഫോമിൽ സൈൻ ഇട്ട് കൊടുത്തേക്കും മാം. അവൻ 2 months പോയിട്ട് വരും. ഡെറിക് 2 months ആണ്, പോയിട്ട് വരണം. ഡെറിക്കിന് ഒറ്റ തന്തേ ഉള്ളൂ. അന്നും ഒന്നും പറഞ്ഞ വാക്ക് പാലിച്ചിട്ടേ ഉള്ളൂ. വരുമെന്ന് പറഞ്ഞാൽ വരും. ജാക്കുലിൻ, ഡെറിക് ഇപ്പോഴും നിങ്ങളെ അമ്മയായിട്ട് സ്വീകരിച്ചിട്ടില്ല അല്ലേ? ഇല്ല, ഒരമ്മയുടെ സ്ഥാനത്ത് നിന്ന് ഞാൻ അവനൊന്നും ചെയ്തിട്ടില്ലല്ലോ സാർ. പിന്നെങ്ങനെ? അല്ല, ഈ 2 months ലീവൊക്കെ എന്തിനാ? ആള് എങ്ങോട്ടാണ് അവ കുറ്റിയും പറിച്ച് പോകുന്നത്? അത് ശരി, ഇതുവരെ എഴുന്നേറ്റില്ല. ഇന്ന് ചെക്കപ്പിന് പോണം, ചർച്ചിൽ പോണം. വേഗം എഴുന്നേറ്റേ. എമിലി, നിന്നോടാ ഞാൻ ഈ പറയുന്ന. മര്യാദയ്ക്ക് എഴുന്നേറ്റേ. കർത്താവിന്റെ കാര്യത്തില് മാറ്റമൊന്നും വരുത്തണ്ട. ഇങ്ങനെ മടിച്ചായ ജനിക്കുന്ന കുഞ്ഞു മടിച്ചായി പോകൂടി. കണ്ണുറങ്ങിന് 1/2 മണിക്കൂർ കിടക്കണമായിരിക്കും. പറ്റില്ല, ഇപ്പൊ എഴുന്നേറ്റ് റെഡിയായിട്ട് വന്നേ. ഞാൻ ഫുഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. കഴിച്ചിട്ട് നമുക്ക് ഹോസ്പിറ്റലും ചർച്ചിലും പോവാം. ഞാൻ വെളുപ്പിനെ എഴുന്നേറ്റതാ, പക്ഷെ നിങ്ങളൊക്കെ ഉറക്കമായിരുന്നു. അതുകൊണ്ടാ വീണ്ടും കടന്ന്. പിന്നെ വെളുപ്പിനെ 3 മണിക്ക് നീ എണീറ്റ് നോക്കിയാ ഞങ്ങൾ ഉറങ്ങിയല്ലേ ചെയ്യോ? വേറെന്താ ചെയ്യാ? അതാരാ ഗ്രാൻഡ്മ ഈ സമയത്ത്? ആരായാലും താഴെ നിന്റെ ഡാഡി ഉണ്ട്. നീ ചെന്ന് ഫ്രഷ് ആയിട്ട് വാ. ഗ്രാൻഡ്മ ഫുഡ് എടുത്ത് വെക്കാം. പറ്റില്ല, അവൾക്ക് നിന്നെ കാണാൻ യാതൊരു താല്പര്യവും ഇല്ല. അതുകൊണ്ട് തന്നെ നീ ഇവിടുന്ന് പോകുന്നതാ നല്ലത്. അത് പറയാൻ നിങ്ങളാരാ? എമിലി എന്നോട് നേരിട്ട് പറയട്ടെ, എന്നോട് സംസാരിക്കാൻ താല്പര്യമില്ലെന്ന്. ആ നിമിഷം ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി പൊക്കോളാം. എന്താ ഇവിടെ? ഡെറിക് മോൻ. നോക്കൂ ഗ്രാൻഡ്മ, എനിക്ക് എമിലിയോട് സംസാരിക്കണം. സംസാരിച്ചിട്ട് ഞാൻ ഇവിടുന്ന് പോവൂ. ഇയാളോട് പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ല. ഞാൻ ഇവിടെ വഴക്കിന് വന്നതല്ല. നിന്നോടല്ലേ ഞാൻ പറഞ്ഞു, അവൾക്ക് നിന്നെ കാണാനോ സംസാരിക്കാനോ താല്പര്യമില്ല. താല്പര്യമില്ലാത്ത സ്ഥിതിക്ക് ഞാൻ അലോഡ് ചെയ്യില്ല. എന്നെ സ്റ്റോപ്പ് ചെയ്യാൻ നിൽക്കണ്ട. നിങ്ങളോട് ഞാൻ ഒരിക്കൽ പറഞ്ഞു, എമിലിയെ കാണാനാണ് വന്നെങ്കിൽ കണ്ടിട്ടേ ഞാൻ പോവൂ. ഗ്രാൻഡ്മ ഫുഡ് എടുത്ത് വെച്ചോ, ഞാൻ റെഡിയായി. കർത്താവേ, എമിലി. ഗ്രാൻഡ്മ. എമി, ഡെറിക്. ഓഹോ, അപ്പൊ എന്റെ കുഞ്ഞിനെ വയറ്റിലിട്ടോണ്ട് നിനക്ക് എന്നെ കാണാൻ താല്പര്യമില്ല. ശരിയാക്കി തരാം. എനിക്ക് നിന്നോട് സംസാരിക്കാനൊന്നുമില്ല. മര്യാദയ്ക്ക് പ്രശ്നം ഉണ്ടാക്കാതെ ഇവിടുന്ന് പൊക്കോ, അതാ നല്ലത്. നിന്നോട് സംസാരിക്കാനാണ് വന്നെങ്കിൽ സംസാരിച്ചിട്ട് ഞാൻ പോവും. നിക്കടി നായിന്റെ മോളെ. നീ എന്താ അവളെ വിളിച്ച? ഹോ, നായിന്റെ മോളല്ല, നരിയുടെ മോളാണല്ലോ. താൻ എന്തൊരു തന്തയാടോ. മോളെടുത്തന്നെ കൊച്ചിനെയും താങ്ങിക്കൊണ്ട് വരുമ്പോ പിടിച്ച് വീട്ടിലിരുത്തല്ല വേണ്ടത്.
അവൻ്റെ കൂടെ പറഞ്ഞുവിടുക വേണ്ടത്. എന്ത് ചെയ്യണമെന്ന് നീ എന്നെ പഠിപ്പിക്കണ്ട. ഫസ്റ്റ് ഓഫ് ഓൾ അവൾക്ക് നിന്നെ ഇപ്പൊ താല്പര്യമില്ല. അതുകൊണ്ട് മോൻ ഇവിടുന്ന് ചെല്ലിപ്പോ. അല്ലെങ്കിൽ തന്നെ നിങ്ങളോട് ആര് സംസാരിക്കുന്നു? മാറി നിൽക്കണം. ഞാൻ അവളെ കണ്ട് സംസാരിക്കട്ടെ. എങ്ങോട്ടാ തള്ളിക്കയറി പോന്ന് നിക്കാൻ? വേണ്ട, അവർക്ക് എന്താന്ന് വെച്ചാ പരസ്പരം സംസാരിച്ച് തീർക്കട്ടെ. അല്ലാതെ നമ്മൾ ഇടപെടുന്നത് ശരിയല്ല. നിനക്ക് ഈ വീടിന്റെ അഡ്രസ് എങ്ങനെ കിട്ടി? ഞാൻ ഇവിടെ ഉണ്ടെന്ന് ആരാ പറഞ്ഞത്? നിന്നേക്കാ വലിയ പിടികിട്ട പുള്ളികളെ കണ്ടുപിടിച്ച ആളാ ഞാൻ. അപ്പോഴല്ലേ ഒരു പിറപ്പെണ്ണ്. അത്രയും വലിയ ആളായതുകൊണ്ടായിരിക്കും 6 മാസം എടുത്തത് അന്വേഷിച്ച് ഇവിടെ എത്താൻ. ഡേ കോപ്പെ, എൻ്റെ കുഞ്ഞിനെയും കൊണ്ട് എൻ്റെ അടുത്ത് നോട് രക്ഷപ്പെടാൻ മാത്രം എന്ത് വലിയ തെറ്റാടി ഞാൻ നിന്നോടൊക്കെ ചെയ്തത്. വിടാൻ എനിക്ക് വീണ്ടും എന്റെ കുഞ്ഞിനെ നഷ്ടപ്പെടാൻ വയ്യടറി. അതുകൊണ്ടാ. അതിന് ഞാൻ എന്താ ചെയ്തത്? എനിക്കറിയാം, 14ാം തലമുറയിലെ കുഞ്ഞിനെ തേടി അയാള് വരുമ്പോ നീയൊക്കെ ചേർന്ന് എന്റെ കുഞ്ഞിനെടുത്ത് കൊടുക്കും. നിങ്ങൾക്കൊക്കെ വലുത് നമ്മുടെ ദൈവമല്ലേ? നിന്റെ വയറ്റിലുള്ളത് എന്റെ കുഞ്ഞാടി. അതിന് ഞാൻ തന്നെ കൊല്ലുന്നു നിനക്ക് തോന്നുന്നുണ്ടോ? ഒരു കാര്യം ഞാൻ ഇപ്പോഴേ പറയാം. ആ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് എൻ്റെ ആണെങ്കിൽ അതെൻ്റെ കൂടെ ജീവിക്കും. നിനക്ക് വേണമെങ്കിൽ എൻ്റെ അടുത്ത് നിൽക്കാം, ഇല്ലെങ്കിൽ എൻ്റെ അടുത്ത് നിന്ന് പോവാം. എന്നെ വേണ്ടെന്ന് പറഞ്ഞ് തൂക്കി അറിഞ്ഞിട്ട് പോയതല്ലേ. നീ എങ്ങോട്ട് വേണമെങ്കിലും ഇറങ്ങിപ്പോക്കോ. പക്ഷെ എൻ്റെ കുഞ്ഞ് അതെൻ്റെ അടുത്ത് വളരും. അതിനെ ഞാൻ വിട്ടു തരുമെന്ന് കരുതണ്ട. നിനക്ക് നിന്റെ കുഞ്ഞിനല്ലേ വേണം? ഡെലിവറി കഴിഞ്ഞ ഉടൻ നിന്റെ കൈ തന്നിട്ട് ഞാൻ പൊക്കോളാം. അപ്പോ നിന്റെ തന്ത ആ പൂച്ചക്കണ്ണം വന്ന് പാല് കൊടുക്കോ? എന്റെ കൊച്ചിന് അമ്മയുടെ മുലപ്പാലൊക്കെ വേണം. നീ ഇതിനെ വെറുതെ എന്റെ ഡാഡിയെ വിളിക്കുന്ന? നീയല്ലേ ഈ കൊച്ചിന്റെ തന്ത? അപ്പൊ നീ കൊണ്ടുവച്ച് കൊടുക്ക്. നീ നോക്കാന്നല്ലേ പറഞ്ഞ? എന്റെ ആവശ്യം ഇല്ലല്ലോ. ആടി കോപ്പെ, എനിക്ക് നിന്റെ ആവശ്യമില്ല. എന്റെ മോനെ വളർത്താൻ എനിക്കറിയാം. ഞാനും അമ്മയുടെ താണിലൊന്നുമല്ല വളർന്നത്. എന്റെ മോനെ വളർത്താൻ എനിക്കറിയാം. കർത്താവേ, ഇവന്റെ കുഞ്ഞിനെ കൊണ്ട് പൊക്കളയോ? എന്താടി കൊണ്ടിട്ട് നിന്ന് ആലോചിക്കുന്ന? നിനക്കിപ്പോ ഒന്നും പറയാനില്ലേ? നിനക്ക് പന്ത കുഞ്ഞിനെ വേണം, അത്രയല്ലേ ഉള്ളൂ. എടുത്തോ, എന്താന്ന് വെച്ചാൽ എടുത്തോണ്ട് പൊക്കോ. എമിലി, ഒരു തരത്തിലും കുഞ്ഞിനൊന്നും സംഭവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഞാൻ അവനെ പ്രൊട്ടക്ട് ചെയ്യും. എന്നെ വിശ്വസിക്കും. ഞാൻ സോറി. 6 മാസം ഞാൻ എവിടെയൊക്കെ അന്വേഷിച്ചെന്നറിയോ? ഫൈനലി ഞാൻ കണ്ടുപിടിച്ചു. അതെ, അവക്ക് ഹോസ്പിറ്റലിൽ പോണം. സംസാരിച്ചത് മതി. ഈ തന്തയെ ഞാനിന്ന് ഇയാൾ ഇവിടെ സ്ഥിരമാക്കിയോ? എപ്പോഴാ മുകളിലോട്ട് പോണേ? ഡാഡിയെ ഞാന് ഇവിടെ നിൽക്കാൻ പറഞ്ഞു. എനിക്കെന്തോ പേടി പോലെ. ഞങ്ങൾക്ക് കൂട്ടിന്. ഇനിയിപ്പോ പോവാൻ പറഞ്ഞോ? കൂട്ടിന് ഞാനില്ലേ? അതെ, എനിക്ക് ഹോസ്പിറ്റലിൽ ചെക്കപ്പിന് പോണം. പൊക്കോട്ടെ. പോവാം. കുറെ നേരമായാലും നീ ഇട്ട് ചവിട്ടുന്ന. എന്താണ് നിന്റെ പ്രശ്നം? ഡെറിക്, അവൻ എന്താ പറയാൻ ശ്രമിക്കുന്നതെന്നറിയോ? ബേബിക്കും മമ്മിക്കും ഉറക്കം വരുന്നു. ഡാഡി ചെന്ന് കിടന്ന് ഉറങ്ങാൻ. അവനുറക്കം വരുന്നെങ്കിൽ അവൻ ഉറങ്ങിക്കോട്ടെ. മമ്മി ഡാഡി ഉറക്കിട്ടേ ഉറങ്ങൂ. അയ്യടാ, ഉറക്കാൻ ഡാഡി എന്താ കൊച്ചു കുട്ടിയാണോ? അതവിടെ നിൽക്കട്ടെ. ഞാൻ എന്നെ ഉറക്കണമെന്നല്ലേ പറഞ്ഞോളൂ. അതിനെന്തിനാ നീ ഇത്ര ഷൈ ആവുന്ന? ഷയ്യോ? ആർക്ക്? എനിക്കങ്ങനെയൊന്നുമില്ല. നിനക്ക് തോന്നിയതായിരിക്കും. എമി, ഞാൻ നിന്റെ ചെസ്റ്റിൽ തല വെച്ച് കടന്നോട്ടെ. ഒരുപാടായില്ലേ? വാ. ഞാൻ ഒരുപാട് മിസ് ചെയ്തു നിന്നെ. ഞാനും. എമിലി, നാളെ ജാക്വിൻ മാം പറഞ്ഞ ലാസ്റ്റ് ഡേറ്റ്. നമ്മളെ കൊണ്ട് പറ്റുമോ? നിനക്ക് നാളെ ഈ കേസ് ക്ലോസ് ചെയ്യാൻ പറ്റുമോ? ഇല്ലെങ്കിൽ കുറച്ച് ദിവസം കൂടെ നമുക്ക് നീട്ടി ചോദിക്കാം. അതിന്റെ ആവശ്യമൊന്നുമില്ല. ഇന്ന് രാത്രി ഞാനൊന്നിരുന്ന അത് തീർക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ഡോണ്ട് വറി, ഞാൻ മാനേജ് ചെയ്തോളാം. എമിലി, പറയാതിരിക്കാൻ വയ്യ. ഡെലിവറി കഴിഞ്ഞെങ്കിലും നിന്റെ ആത്മാർത്ഥത. പക്ഷേ ഇടയ്ക്കൊക്കെ നിനക്ക് റെസ്റ്റ് എടുക്കാം കേട്ടോ. ഈ ചങ്ങനെ ശല്യം ചെയ്യാറൊന്നുമില്ല. അവനൊരു പാവ. അതുകൊണ്ട് എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്ന.
അല്ലെങ്കിൽ ഞാനപ്പോഴേ അവനെ നോക്കി വീട്ടിലിരുന്നേനെ. പറഞ്ഞു കഴിഞ്ഞില്ല, അതിന്റെ മുന്നേ ആളവിടെ സിഗ്നൽ വന്നു. ഈച്ച എഴുന്നേറ്റു. ഓടിച്ചെല്ല്, അല്ലെങ്കിൽ ആളിപ്പൊ കരഞ്ഞു ബഹളം വെക്കും. നീ ഇതാരോടാ പറയുന്ന? അവന്റെ സൗണ്ട് കേട്ടതും അവൾ ഇവിടെ നിന്ന് ഓടിയായി. ഇപ്പൊ അവന്റെ അടുത്ത് എത്തിയിട്ടുണ്ടാവും. ഏതായാലും നിങ്ങൾ ചെല്ല്, നാളത്തെ കാര്യം അവള് ചെയ്യാൻ നേറ്റില്ലേ? ഓക്കെ, എന്നാ ഡെറിക് ബൈ. ഓക്കെ ഡെറിക്, ഓക്കെ ബൈ. ഈച്ചോ, മമ്മി ഇപ്പഴല്ലേ നിന്നെ ഉറക്കി കിടത്തിയ, അതിന് മുന്നേ എഴുന്നേറ്റോ നീ? അത് ശരി, പാല് കുടിച്ച് ഉറങ്ങിപ്പോയോ? അവന് വയറ് നിറഞ്ഞിട്ടുണ്ടാവും. ഡെറിക്, അല്ല, അവരൊക്കെ പോയോ? അവരൊക്കെ പോയി. എന്നാ മമ്മിയുടെ ഈ ചുടൻ ഉറങ്ങിക്കോ. പപ്പ കൂടെ ഉണ്ടാവും. മമ്മിക്ക് കുറച്ച് പണിയുണ്ട്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ പപ്പയെ വിളിച്ച് കരഞ്ഞോ. പപ്പയുടെ കരച്ചിൽ കേൾക്കാൻ മാത്രം ഇവിടെ ആരുമില്ല. തൽക്കാലം ആ കരച്ചിൽ കേൾക്കാൻ സമയമില്ല മോനെ. എനിക്കും വിശക്കുന്നുണ്ട്. ഫുഡൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്, ചൂടാക്കി കഴിച്ചോ. ഞാൻ ലേറ്റ് ആവും. എമി, എന്താ ഡെറിക്, നീ കഴിക്കാൻ പോണില്ലേ? കഴിക്കാൻ പോവാ. എന്നാ നീ ചെല്ല്. എന്താ? ഇത് ശരിയാവൂല, എഴുന്നേറ്റ് വന്നേ, ഞാൻ ഫുഡ് എടുത്തുതരാം. ഞാൻ എന്റെ ഫുഡ് കഴിക്കുമല്ലേ, നീ ഇവിടെ വന്നിരിക്കേ. വേണ്ട മോനെ, എഴുന്നേറ്റ് വാ, ഞാൻ ഫുഡ് എടുത്തുതരാം. ഇവിടെ ഇരിക്കേ എമി. ഡെറിക്, എനിക്ക് വർക്കുണ്ട്. എനിക്കും. എന്നിട്ടാണ് ഇങ്ങനെ പിടിച്ചു വെക്കുന്ന. കുറച്ചേരം ഇരിക്കേ. ഡെറിക്, ഈ എഴുന്നേറ്റു. മമ്മി ദാ വരുന്നു, ഒരു മിനിറ്റ്. എമി നിക്ക്. എന്താ ഡെറിക്, അവൻ എഴുന്നേറ്റ കണ്ടില്ലേ? വിട്ടെ. മര്യാദയ്ക്ക് വയറ് നിറയെ കുടിക്കാത്തോണ്ട ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എഴുന്നേക്കുന്ന. നീ എന്താ അവിടെ ഇരിക്കുന്ന? ഞങ്ങളുടെ അടുത്ത് വാ. എന്താ അയച്ചു? മമ്മി ഇതാ വരുന്നു. എന്തു പറ്റി? ഈച്ചു, നീ എന്തിനാ അവിടെ കയറി ഇരിക്കുന്നത്? എന്തു പറ്റി? മമ്മി, ബാത്റൂമിൽ കോക്രോച്ച്. ഈച്ചന് പേടിയാ. അത് ചെറിയ കോക്രോച്ച് അല്ലേ, അതൊന്നും ചെയ്യൂലല്ലോ, പിന്നെന്താ? ഈച്ചന് പേടിയാ മമ്മി അതിന്. ശരി ശരി, പേടിക്കണ്ട. മമ്മി ഇത് ക്ലീൻ ചെയ്ത് പുറത്ത് കളയാം. അല്ല, നമുക്ക് റെഡി ആവണ്ടേ, സ്കൂളിൽ പോണ്ടേ? റെഡിയാവാൻ വേണ്ടിട്ട് ഫ്രഷ് ആവാൻ ബാത്റൂമിൽ പോയി നിന്നപ്പോഴാ കോക്രോച്ചിനെ കണ്ടത്. എനിക്ക് പേടിയാ. സാരല്ല, ഇന്ന് ഈച്ചുനെ മമ്മി കുളിപ്പിക്കാം. ഓടി വന്നേ, നമുക്ക് വേഗം റെഡിയാവാം. ദാ വന്നു. നമ്മളെ മാത്രം നനപ്പിക്കാനും കുളിപ്പിക്കാനും ഒന്നും ആരുമില്ല. പപ്പാ, ഈച്ച കുളിച്ചല്ലോ. നിക്കടാ അവിടെ, തെന്നി വീഴും. വേഗം റെഡിയാവാം, സ്കൂളിൽ പോണ്ടേ? തൽക്കാലം ഈജിനെ റെഡിയാക്കി ഞാൻ സ്കൂളിൽ വിട്ടോളാം. നീ ചെന്ന് റെഡിയായി നിൽക്ക്. ഈവനിങ് പാർട്ടിയുടെ കാര്യം മറക്കണ്ട. നമ്മൾ രണ്ടാളും പോവാന്ന് പറഞ്ഞു. അതുകൊണ്ട് റെഡിയായി നിൽക്ക്, ഞാൻ അവനെ കൊണ്ടുവിട്ടിട്ട് വരാം. അത് ഞാൻ വരണോ? എനിക്കെന്തോ പാർട്ടിയിലൊന്നും വരാൻ ഒരു മൂഡില്ലാത്ത പോലെ. ഡയറക്റ്റ് പോയിട്ട് വാ. ദേ നോക്കൂ, ഈജുവിന്റെ കാര്യം പറഞ്ഞ് നീ ഇപ്പൊ വേറൊരു കാര്യത്തിലും ഇൻവോൾവ് ആവുന്നില്ല. ഞാനതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. ഞാൻ അവനെ കൊണ്ട് വിട്ടിട്ട് വരാം. നീ റെഡിയായി നിൽക്ക്. ഈ ചുട്ട, നമുക്കറിയാത്ത ആരുമായിട്ട് മിണ്ടാൻ പോകരുത്. പപ്പ വന്ന് ഈവനിങ് വിളിക്കാതെ സ്കൂളിൽ നിന്ന് ഇറങ്ങരുത്. പപ്പ വരുന്നവരെ ഈ
ടീച്ചർ സ്കൂളിൽ കാത്തിരിക്കും. ഈ ചൂട്ടാ ആരുമായിട്ടും വഴക്ക് കൂടരുത്. നീ കൂടില്ലെന്നറിയാം, എന്നാലും പപ്പ പറഞ്ഞതേ ഉള്ളൂ. ഈ ചുട്ട പപ്പയുടെ ഗുഡ് ബോയ് അല്ലേ? ഞാൻ പോട്ടെ, ഈവനിങ് കാണാം. ബൈ. ഈച്ചു, സത്യം പറ, നീ ഹോംവർക്ക് ചെയ്തോ? ചെയ്തു, പക്ഷെ കറക്റ്റ് ആണെന്നൊന്നും എനിക്കറിയില്ല. അല്ലെങ്കിലും നീ ചെയ്യുന്നെല്ലാം കറക്റ്റ് ആണല്ലോ, മിസ് തെറ്റ് പറയൂല. അല്ല, ഇതാര് പഠിപ്പിച്ചോ? ഇന്നെന്താ മമ്മി കുപ്പിപ്പാലിൽ നിന്ന് കൊണ്ടുവിട്ടില്ലേ? ഡാഡിയാണല്ലോ വിട്ടത്. അയ്യോ, ആ പ്രിൻസാ, ബാഡ് ബോയ്. ഞങ്ങള് പോവാ. ഈച്ചു, നീ ക്ലാസ്സിലേക്ക് പൊക്കോ. എന്താടാ അവളുമാരൊക്കെ പറഞ്ഞിട്ട് ഓടിയത്? അല്ല, നിന്നെന്താ നിന്റെ മമ്മി കൊണ്ടുവിട്ടില്ലേ? നിന്റെ ഡാഡിക്ക് സുഖം തന്നെ അല്ലേ? ഇല്ല പ്രിൻസെ, എന്നെ ഇന്ന് ഡാഡിയെ കൊണ്ടുവിട്ടത്. എന്റെ ഡാഡിക്ക് സുഖം. ഞാൻ ക്ലാസ്സിൽ പോട്ടെ, ബെല്ലടിക്കാറായി. അങ്ങനെ അങ്ങ് സിമ്പിൾ ആയിട്ട് നിന്നെ ഞാൻ വിടുമെന്ന് വിചാരിക്കണ്ട. നിന്റെ ഡാഡി കള്ള കേസിൽ കൊടുക്കി എന്റെ ഡാഡിയെ പെടുത്തിയതാ. അതിനുള്ള പണി നിനക്ക് ഞാൻ തരും. എന്റെ ഡാഡി അങ്ങനെയൊന്നും ചെയ്യില്ല. പ്രിൻസിന് ആരെ തെറ്റിദ്ധരിപ്പിച്ചതാ. എന്റെ ഡാഡി പാവാ. ഒരു പാവം. ഇങ്ങോട്ട് വാടാ. ആ, എന്റെ കൈ വേദനിക്കുന്നു, വിട്. തൽക്കാലം ബെല്ലടിച്ചതുകൊണ്ട് നീ രക്ഷപ്പെട്ടു. നിന്നെ ഞാൻ ഈവനിങ് എടുത്തോളാം. നോക്കോ, പ്രിൻസിന്റെ കാര്യം ഞാൻ എന്റെ ഡാഡിയോട് പറഞ്ഞു കൊടുക്കും. എന്റെ കൈ നന്നായിട്ട് വേദനിക്കുന്നുണ്ട്. ഈച്ചു, ദാ ബെല്ലടിച്ചു. നമുക്ക് ക്ലാസ് ടീച്ചറിനോട് പറഞ്ഞു കൊടുക്കാം എന്റെ കാര്യം. വാ. ഈ പുല്ലന്റെ മോള് ആരെ കാണിക്കാനോ അവിടെ കെട്ടി ഒരുങ്ങിക്കൊണ്ട് നിൽക്കണം. എത്ര ടൈമായിട്ട് ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്യാ. എന്റെ ഡെറിക്കിന്റെ വായന കണക്കിന് കിട്ടും. ഒരുപാട് ലേറ്റ് ആയല്ലോ. കൊന്നില്ലെങ്കിൽ ഭാഗ്യം. വരുന്നുണ്ടല്ലോ ഇവളെ ഞാനിന്ന്. സോറി വഴക്കടല്ലേ, ഞാൻ കുറച്ച് ലേറ്റ് ആയിപ്പോയി. വണ്ടി എടുത്തോ. എനിക്ക് ഡ്രസ് ചേഞ്ച് ചെയ്യണം. അത് ശരി, ഇത്ര നേരം നീ ഉറങ്ങിയിരിക്കുമായിരുന്നു. മുകളിലോട്ട് വന്നൂടെ? ശരി, ചെന്ന് ചേഞ്ച് ചെയ്തിട്ട് വാ, ഞാൻ വെയിറ്റ് ചെയ്യാം. നീ വെയിറ്റ് ചെയ്തോ, ഒരു 5 minutes ഞാൻ വരാം. ആ നടത്തോട്ടും ശരിയല്ലല്ലോ. അവന്റെ 5 minutes, 1 മണിക്കൂർ എന്നെ കാറി വെച്ചിട്ട് ഇവൻ ഇവിടെ എന്ത് ചെയ്യാ? നീ ഇവിടെ ലാവിഷ് ആയിട്ട് സ്മോക്ക് ചെയ്തോണ്ടിരിക്കുകയാണോ? ഞാനിവിടെ കാറിൽ 20 മിനിറ്റ് വെയിറ്റ് ചെയ്ത് മടുത്തു. എന്തോന്നടാ ഇത്? നീ എന്താ കഞ്ചാവാണോ അടിച്ച? ആരെ കാണിക്കാനാ പെണ്ണുമ്പോള് ഈ ഡ്രസ് തൊട്ട് ഇറങ്ങിയത്? ഇതെവിടെന്നാ നിനക്ക്? പെണ്ണുമ്പള നിന്റെ പന്ന. ഞാനൊന്നും പറയുന്നില്ല. നീ വാങ്ങിക്കുന്ന ഗിഫ്റ്റ് ആയത്. ഓ ആണോ? പോടാ നാറി. അവിടെ നിക്കടി. Stop. Please stop. ഓക്കേ, പാർട്ടിക്ക് പോണോ? വേണ്ട. ഞാനാകെ കൺഫ്യൂസ്ഡാ. എന്തുപറ്റി? ഞാൻ നമ്മുടെ ഈച്ചോനെ പറ്റി ആലോചിക്കുമായിരുന്നു. എന്താ? അവനൊരു ചെറിയ കോക്രോച്ചിനെ പോലും പേടിയാ ഡെറിക്. അവൻ എന്തെങ്കിലും പെട്ടെന്ന് ആപത്ത് സംഭവിച്ചാൽ അവൻ എങ്ങനെ നേരിടും? നമ്മളില്ലേ അവന്റെ കൂടെ പ്രൊട്ടക്ട് ചെയ്യാൻ. പിന്നെന്താ?
എന്നാലും നമ്മൾ എപ്പോഴും അവന്റെ കൂടെ ഉണ്ടാവോ? നീ ടെൻഷൻ ആവണ്ട, ഞാനില്ലേ നിങ്ങളുടെ കൂടെ. ആഹാ, നീ ഇത്ര നേരത്തെ എഴുന്നേറ്റോ? നീ നേരത്തെ ഫ്രഷ് ആയോ? എന്നെന്താ വിളിക്കാത്ത? പിന്നെ ഈ ചുന്നെ വിളിക്കണ്ടേ? കർത്താവേ, ഞാൻ ആ കാര്യം മറന്നുപോയി. ഒരു മിനിറ്റ്, ഞാൻ വേഗം ഫ്രഷ് ആയിട്ട് വരാം. വേണ്ട, ഞാൻ റെഡി ആയില്ലേ, ചെന്ന് വിളിച്ചിട്ട് വരാം. നീ എന്തായാലും ഫ്രഷ് ആയിട്ട് റെസ്റ്റ് എടുത്തോ. അപ്പോഴേക്കും ഞാൻ അവനെ കൂട്ടിയിട്ട് വരാം. ബൈ. ഇതാരാ ഈ ടൈമില് വിളിക്കാൻ? ഹായ്, ബെല്ലടിച്ചല്ലോ. ഈ നമ്പര് ഇതാരുടെ നമ്പരാ? ഇതിന് മുന്നേ വന്നിട്ടില്ലല്ലോ കോള്. ഹലോ, എമിലി സ്പീക്കിംഗ്. ആരാ? ഹലോ എമിലി, do you remember me? പണ്ടൊരു രാജാവുണ്ടായിരുന്നു. ആ രാജാവിനെ ജനങ്ങൾ ദൈവമായിട്ട് കണ്ടു. മരണമില്ലാത്ത ലോകത്ത് ജീവിക്കാൻ ആ ദൈവത്തിന് സാധാരണ ഒരു വരം കൊടുത്തു. എന്ത് വരാ കൊടുത്തത്? ഓഫറിംഗ്. നോ. നിങ്ങൾ അറിയോ, പ്രിൻസിന്റെ ദേഹത്ത് തീ പിടിച്ചു. ആരോ പ്രിൻസിന്റെ ദേഹത്ത് തീ ഇട്ടു. ടീച്ചർ അവരെ വീട്ടിലേക്ക് കൊണ്ടുപോവാ. നിന്റെ അടുത്തേക്ക് എത്താൻ എനിക്ക് സമയമായി. ഇസ്ഹാഖ്.